ഹായ് അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ മുതലുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് തോന്നും എനിക്ക് ഈ ഒരു ഭാഗം തന്നെയുള്ളൂ രാവിലെ കാണിക്കാനാണ്. അതായത് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ വാടക വീട്ടിലാണ്. അപ്പോൾ ഞങ്ങൾ മുകളിലാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അടുക്കള വാതിൽ തുറന്ന ഫസ്റ്റ് കാണുന്ന ഭാഗം ഇതാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടി അത് കാണിച്ചു തരികയാണ്. അപ്പോൾ രാവിലെ തന്നെ ഇതാ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ രാവിലെ ആട്ടിയിട്ടുള്ള അപ്പമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതായത് ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്തിയിട്ട് ഇന്ന് രാവിലെ ആട്ടിയ മാവാണ് കേട്ടോ ഇത്. പിന്നെ ഞാൻ വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഇതാ രാവിലെ ഇപ്പൊക്കെ നീച്ച് ചായ എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അടുക്കളയ്ക്ക്. അപ്പോൾ ഇതാ റിച്ചൊക്കെ ഉണ്ട്. റിച്ച് പുറത്ത് പോയിരുന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചതാ ഉള്ളിലേക്ക് വന്നിക്കാണ്. പിന്നെ അതാ പൊന്നും അപ്പുറത്തുണ്ട്. പിന്നെ ഞാൻ പച്ചക്കറി ക്യാരറ്റും അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. ഉരുളക്കിഴങ്ങ് ഒക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ താഴത്തുനിന്നാണ് അത് ഉരുളക്കിഴങ്ങ് എടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് സ്ഥല സൗകര്യത്തിൻ്റെ ഒരു ഇതുണ്ട്, ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ താഴത്ത് വീതൻ്റെ താഴത്ത് തന്നെയാണ് ഞങ്ങൾ ഉള്ളിക്കൊട്ടയൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ ഉരുളക്കിഴങ്ങും അങ്ങനെയുള്ളതൊക്കെ എടുത്തത്. പിന്നെ ഇതാ ചായയുടെ വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ പൊടിയൊക്കെ ഇട്ടുക്കണു. പിന്നെ നമ്മൾ വേപ്പിൻ്റെ ഇല ഞാൻ നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തന്നില്ല, അത് നല്ല ഫ്രഷ് വേപ്പിൻ്റെ ഇലയാണ് കേട്ടോ. തൻവിയുടെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന വേപ്പിൻ്റെ ഇലയാണ്. അപ്പോൾ അതങ്ങനെ ഒരു കുപ്പിയിൽ ഇട്ട് വെക്കലാണ് കേട്ടോ. ഞങ്ങൾ കടിയിൽ നിന്ന് കൊണ്ടുവരുന്ന വേപ്പിൻ്റെ ഇലയാണെങ്കിലും ഇങ്ങനെ ഫ്രഷ് വേപ്പിൻ്റെ ഇല തൻവി കൊണ്ടുവരികയാണെങ്കിലും ഒക്കെ ഞങ്ങൾ അങ്ങനെ ഒരു കുപ്പിയിലിട്ട് വെക്കലാണ് കേട്ടോ. പിന്നെ ഇതാ തൻവി ദോശയല്ല അപ്പം ചുടാൻ വേണ്ടി ഇതാ നിൽക്കണു. ആ സമയം കൊണ്ട് ഇതാ ഞാനിവിടെ പച്ചക്കറിയൊക്കെ ഇതാ തൊലി കളഞ്ഞിക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള പച്ചക്കറി ഞാൻ പറഞ്ഞില്ല ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതിൽ കൂടെ നമുക്ക് ഗ്രീൻ പീസ്, അതുപോലെ മറ്റേ നമ്മളെ ബീൻസ് ഉണ്ടല്ലോ, ബീൻസിൻ്റെ അതുപോലെ വാഴക്കട അങ്ങനത്തെയൊക്കെ നമുക്ക് ഇതിൽ ഇടാം കേട്ടോ. അങ്ങനെയുള്ള എല്ലാ പച്ചക്കറിയും നമുക്ക് ഇതിൽ കൂടെ ഇട്ട് വെക്കാം കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ അപ്പോൾ ഇത്ര പച്ചക്കറിയേ ഉള്ളൂ. അപ്പോൾ അതായത് ഉരുളക്കിഴങ്ങ്, പിന്നെ ക്യാരറ്റ്, ഉള്ളി, തക്കാളി അങ്ങനെയുള്ളത് മാത്രമേ ഞാൻ ഇട്ട് വെക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ഗ്രീൻ പീസൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ ബീൻസ്, അപ്പോൾ അതും ഇട്ട് വെക്കാം. പക്ഷേ എൻ്റെ കയ്യിലിപ്പോൾ ഇത്ര പച്ചക്കറി ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഇട്ടിട്ട് ഞാൻ ഒരു കുറുമ ഉണ്ടാക്കുകയാണ്. അത് എങ്ങനെയാണ് നിങ്ങൾക്ക് കാട്ടിത്തരാം കേട്ടോ. അപ്പോൾ എല്ലാവരുടെ ഇപ്പോൾ എപ്പോഴും എല്ലാ പച്ചക്കറിയും കയ്യിലുണ്ടാവില്ല. അപ്പോൾ ഉള്ള പച്ചക്കറി വെച്ചിട്ട് നമുക്ക് കുറുമ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഞാൻ കാട്ടിത്തരാം. അപ്പോൾ ഞാനിതാ ക്യാരറ്റ്, ഉരുളക്കിഴങ്ങൊക്കെ ഒരേപോലെയാണ് കേട്ടോ, ചതുരത്തിലാണ് നുറുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഉള്ളി അതുപോലെ തന്നെയാണ് കേട്ടോ. ഞാനിതാ നുറുക്കൽ ഇത് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഒക്കെ ഒന്ന് വേവിച്ചെടുക്കാം. അതിൻ്റെ മുന്നേയിട്ട് ഞാൻ ഇവിടെ നിന്ന് വൃത്തിയാക്കട്ടെ കേട്ടോ. അപ്പോൾ ഈ കട്ടിംഗ് ബോർഡ് ഞാനവിടെ കൊണ്ടുപോയി വെച്ചിട്ട് ഞാനിത് ഇവിടെ നിന്ന് തുടച്ച് വൃത്തിയാക്കട്ടെ. അതിന് ശേഷം നമുക്ക് കറി വെക്കാൻ നിൽക്കാം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലെ ദിവസം തന്നെയാണ്. അപ്പോൾ എന്തായാലും ചോറും കോഴിമുട്ടയാണ് കൊണ്ടുപോകണത്. അപ്പോൾ എന്തായാലും ഈ കറിയും അപ്പം കൊണ്ടുപോകണില്ല, ഓല് ഇവിടുന്ന് തിന്നണേ ഉള്ളൂ. അപ്പോൾ ഞാനിത് നമ്മൾ എന്നും വെക്കണ കുഞ്ഞി കുക്കർ എടുത്തുകൊണ്ടുണ്ട്. അപ്പോൾ അതിലാണ് രാവിലത്തെ കറി, ഉച്ചക്കത്തെ കറിയൊക്കെ ഞങ്ങൾ ഈ കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കൽ. അപ്പോൾ ഞാനിതാ ക്യാരറ്റ് ഇട്ടു, ഉരുളക്കിഴങ്ങ് ഇട്ടു, അതുപോലെ ഇതാ കുറച്ച് വെല്ലുള്ളി ഇട്ടു, പിന്നെ ഒരു പീസ് തക്കാളി ഇട്ടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് മാറ്റി വെച്ചിരിക്കണ വേറൊരു ആവശ്യത്തിന് നിങ്ങൾക്ക് ഞാൻ എന്തിനാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഞാനിതാ കുക്കറിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള പൊടികളൊക്കെ ഇട്ടുക്കണു. ഇനിയിപ്പോൾ ഇതാ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതാക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ തൻവി ഇവിടെ അപ്പം ചുടുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആ ഉള്ളി സാധനങ്ങളൊക്കെ മാറ്റി വെച്ചിരിക്കണത് എന്തിനാണെന്നുള്ളത്, അതെനിക്ക് തേങ്ങയിൽ കൂടെ ഇട്ട് വറുക്കാനാണ് കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം. അപ്പോൾ ഞാനിതാ കുക്കർ അടുപ്പത്തേക്ക് വെക്കുകയാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ എന്നെ സഹായിക്കണത് പൊന്നുമാണ് കേട്ടോ. പൊന്നു അവിടെ നിൽക്കുന്നുണ്ട്, ഓള് മദ്രസ വിട്ട് വന്നിക്കണു. ഈ സമയത്ത് തൻവി റിച്ചുവിൻ്റെ തേക്കട്ടെന്നും പറഞ്ഞിട്ട് പൊയ്ക്കണം കേട്ടോ. അപ്പോൾ അതാ ഞാനിതിവിടെ അപ്പം ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് അപ്പം എടുത്തിട്ടെ. അപ്പോൾ അതാ അതിൻ്റെ ഇടയിൽ നമ്മൾ കറി അപ്പുറത്ത് കുക്കറിൽ ആയും കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ കറി ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ചട്ടി വെച്ചുക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കുക്കറിൽ അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ തേങ്ങയിൽ ഇത് കറിവേപ്പിൻ്റെ ഇല ഇട്ടു, തക്കാളി ഇട്ടു, പച്ചമുളക് ഇട്ടു, ഉള്ളി ഇട്ടുക്കണം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ വറുക്കണിയിൽ നമുക്ക് പൊടികളോ അങ്ങനത്തെ ഒന്നും ഇടണ്ട, ഒക്കെ നമ്മൾ കുക്കറിൽ ഇട്ട് കൊടുത്തുക്കണം കേട്ടോ. അതായത് കുക്കറിൽ ഉരുളക്കിഴങ്ങും ക്യാരറ്റ്, തക്കാളി ഇതൊക്കെ ഇട്ടില്ലേ, നമ്മൾ പച്ചമുളകും ഇതൊക്കെ ഇട്ടില്ലേ, ആ സമയത്ത് ഞാൻ അതിൽ പൊടികളൊക്കെ ഇട്ടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഇത് അങ്ങനെ വറുത്ത് ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് നേരം ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. അങ്ങനെ ഇതാ തേങ്ങ ചൂടാറിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും മിക്സി എടുത്ത് ഒന്ന് കഴുകട്ടെ, എന്നിട്ട് നമുക്കിന്ന് തേങ്ങ വേഗം അരച്ചെടുക്കാമല്ലോ. അപ്പോൾ ഇതാ ഞാൻ മിക്സിയിലേക്ക് തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ മിക്സിയിലേക്ക് ഇതാ തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തുക്കണു. ഇനി ഇതൊന്ന് അരച്ച് വരട്ടെ.
അങ്ങനെ ഇതാ തേങ്ങ അരക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ മിക്സി ഇവിടെ ഈ കബോർഡിൽ തന്നെ താഴത്താണ് കേട്ടോ വെച്ച് കൊടുക്കുക. അപ്പോൾ സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഒക്കെ അവിടെ തന്നെ ഒതുക്കി വെച്ചിരിക്കണത്. പിന്നെ അതാ തേങ്ങ അരക്കൽ കഴിഞ്ഞിരിക്കണു. ഇതാ നമ്മളവിടെ ഇതൊക്കെ അതായത് നമ്മൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ തേങ്ങ അരച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ തേങ്ങ ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് വെള്ളം കൂട്ടിയിട്ട് മിക്സിയിൽ തന്നെ കുറച്ച് വെള്ളം കൂടി പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തൂമിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് ഞാൻ ഉപ്പ് നോക്കി നോക്കുമ്പോൾ എനിക്ക് ഉപ്പ് കുറവായിട്ടാണ് തോന്നിയത്. അപ്പോൾ കുറച്ചുകൂടി ഉപ്പ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തുക്കണം. എന്നിട്ട് അടുപ്പത്ത് വെച്ചിരിക്കണം. അപ്പോൾ അത് ഒന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് വെച്ച് ഞാനിതാ കുക്കർ മാറ്റി വെച്ചിരിക്കണം. ഇനി ഇതൊന്ന് തൂമിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിവിടേക്ക് ഇതിന് തൂമിക്കാമെന്ന് പറയാം. പല നാട്ടിലേക്ക് ഇതിന് വേറെ വേറെ പേരാണ് കേട്ടോ പറയാം. അതായത് താളിക്ക പറയും. അപ്പോൾ നമ്മളിവിടേക്ക് ഇതിന് തൂമിക്കുക എന്നിട്ടോ പറയാം. നമ്മൾ ഉള്ളിയൊക്കെ ഇങ്ങനെ ഉപ്പേരിക്കൊക്കെ തൂമിക്കുക പറയില്ല. എന്നാൽ പോലെ കറിയിലേക്ക് ഇതാ തൂമിച്ച് പാരുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയില കുറച്ച് മേലെ വെറുതെ കുറച്ച് അങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാ കറിയിലും ഇങ്ങനെ മല്ലിയില ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ മല്ലിയില ഇട്ട് കൊടുത്തുക്കണു. അപ്പോൾ നമ്മളിവിടെ കറിയൊക്കെ അതവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്താ അത് പ്രത്യേകിച്ച് പറഞ്ഞാൽ നമ്മൾ വിളമ്പണോ കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കണോ ഇത്രയേ ഉള്ളൂ കേട്ടോ പണി. അപ്പോൾ നമ്മൾ വെജിറ്റബിൾ കുറുമ, അതായത് ഉള്ള പച്ചക്കറി ഇട്ടിട്ട് കേട്ടോ, വെജിറ്റബിൾ ഇട്ടുള്ള ഒരു കുറുമ. ഇങ്ങനെയും കുറുമ ഉണ്ടാക്കാമെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. അതായത് എല്ലാ പച്ചക്കറിയും വേണമെന്നൊന്നുമില്ല, ഉള്ളത് ക്യാരറ്റാണെങ്കിലും ഉരുളക്കിഴങ്ങാണെങ്കിലും നമുക്കൊരു കുറുമ പോലെ ഉണ്ടാക്കാം. അപ്പോൾ ഇതാ തൻവി റിച്ചുവിന് വിളമ്പി കൊടുക്കണം കേട്ടോ. അപ്പോൾ റിച്ചു അത് അവിടെ ഉണ്ട്, മദ്രസ കൊട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഓനിക്കുള്ളത് തിന്നാൻ വേണ്ടി കൊണ്ടുപോയി കൊടുക്കണം കേട്ടോ. നമ്മളെ ലൈബ് അവിടെ നീച്ചിരിക്കുന്നുണ്ട്. പിന്നെ ഇതാ പൊന്നൂന് സ്കൂൾക്ക് പോകാൻ റെഡിയാകാൻ സമയമായിക്കണം കേട്ടോ. അപ്പോൾ ഞാനിതാ ഓൾക്കും ഞാൻ വിളമ്പി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറുമ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. നല്ല അടിപൊളി കുറുമായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവണില്ലേ, അതേപോലെ തന്നെയാണ് കേട്ടോ, ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.